ഹായ്. പിന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റിയും അവിടുത്തെ ഈ ബി നിലവറയെ പറ്റിയൊക്കെ സംസാരിക്കുക. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് എപ്പോഴും ചോദിക്കും, ഞാൻ പണ്ട് ഒരുപാട് സംസാരിക്കാറുണ്ടെന്ന ടോപ്പിക്കല്ലേ, ഇപ്പം നീ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാത്തതെന്ന്. ബേസിക്കലി ഒരുപാട് സൂപ്പർസ്റ്റിഷൻസും ഒരുപാട് അന്ധവിശ്വാസങ്ങളും അതിന് പുറമെ ഒരുപാട് പൊളിറ്റിക്സും ഒക്കെ നിലനിൽക്കുന്ന ഒരു സംഭവമായിട്ട് ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം മാറിപ്പോയി. പണ്ടും പൊളിറ്റിക്സ് ഇൻവോൾവ് ആയിരുന്നു, ഇപ്പോൾ അതിൻ്റെ ആസ്പെക്ട്സ് വേറെ രീതിയിലേക്ക് മാറിപ്പോയി. ഈ ബി നിലവറയെ പറ്റി തന്നെ നമുക്ക് എല്ലാവർക്കും സംശയം അതാണ്. അതിനു മുമ്പ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ പറ്റി സംസാരിക്കുക, എന്നിട്ട് ബി നിലവറയിലോട്ട് പോവാം. എനിക്ക് തോന്നുന്നു വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പല കാലഘട്ടത്തിൽ റെനോവേറ്റ് ചെയ്താണ് ഇന്ന് കാണുന്ന ലെവലിലേക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രം എത്തിപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ഈ 108 ദിവ്യദേശംസ് എന്ന് പറയും, ഈ വൈഷ്ണവിസവുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിൻ്റെ 108 പ്രൈം ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനെ കണക്കാക്കുന്നത്. ആ ക്ഷേത്രം ഈ പണ്ട് എനിക്ക് പുരാണങ്ങളിലൊക്കെ ഈ മലനാടിലുള്ള ഒരു ക്ഷേത്രം എന്നൊക്കെയാണ് പരാമർശിച്ചു പോകുന്നത്. ഈ മലനാടെന്ന് പറയുന്നത് കേരളമാണ് ഉദ്ദേശിച്ചെന്ന് പറയുന്നത്, വേണാടെന്നും പറഞ്ഞിട്ടുണ്ട്. പല കാലഘട്ടത്തിൽ പല ഇൻവേഷനും ഒക്കെ തടുത്തു നിന്നൊരു ഇതാണ്, എന്താ പറയുക, ക്ഷേത്രമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഭരിച്ച് പോയ സമയത്ത് പോലും ഇങ്ങനൊരു നിധി ഇവിടെ ഉണ്ടെന്നോ ഒരുപാട് ആസ്തിയുള്ള ക്ഷേത്രമാണെന്നോ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ പല നിധികളും അല്ലെങ്കിൽ ഈ പറയുന്ന വളരെ വാല്യൂബിൾ അല്ല, പ്രൈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇന്ന് വല്ല ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതങ്ങനെ ആവാതെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട് പോയി. ദൈവത്തിൻ്റെ കാര്യം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് നമ്മളിപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഈ വേണാട് ഉണ്ടായി വരുന്ന ഇന്ന് നമ്മൾ കാണുന്ന ട്രാവൻകൂർ റോയൽ ഫാമിലി ഈ കേരളം അല്ലെങ്കിൽ ഇന്ന് ഈ പറയുന്ന സോക്കോളിലെ തിരുവിതാംകൂർ, ഇന്നത്തെ തിരുവിതാംകൂറാണ് ഞാൻ പറയുന്നത്. അതായത് അന്ന് പഴയ തിരുവിതാംകൂർ ഇന്ന് ഏതൊക്കെ ഏരിയ കവർ ചെയ്ത് വരും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഈ തിരുവിതാംകൂർ ഒക്കെ അവരുടെ കീഴിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ ക്ഷേത്രം ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നു. അന്ന് ഇത്രയും വലുതൊന്നും ആയിരുന്നില്ല, പക്ഷേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുമുണ്ട്, അത് നമ്മളിപ്പോൾ പറയേണ്ട കാര്യമില്ല. എനിവേ, ഈ ട്രാവൻകൂർ റോയൽ ഫാമിലിക്കും ഈ ക്ഷേത്രത്തിനും ഭയങ്കരമായ അടുത്തൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇന്ന് ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ സുപ്രീം കോടതി ഡിസൈഡ് ചെയ്ത് വിട്ട ട്രസ്റ്റിൽ ഈ ട്രാവൻകൂർ റോയൽ ഫാമിലി ഒക്കെ ഒരംഗമാണ്. എനിവേ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ള കാര്യം എനിക്ക് എന്താണെന്ന് അറിയാം, ബി നിലവറ. ഈ ബി നിലവറ എന്ന് പറഞ്ഞൊരു നിലവറ പണ്ടവിടെ ഇല്ലായിരുന്നു. അതായത് പിന്നീട് ഈ ആമക്കസ് ക്യൂരിയൊക്കെ വന്നു കഴിഞ്ഞ് ഇവിടെ ഈ സ്വർത്തിൻ്റെ കണക്കൊക്കെ നോക്കി തുടങ്ങിയപ്പോൾ ഓരോ നിലവറയ്ക്ക് ഓരോ പേരിട്ടു, ABCDEFG എന്ന് പറയുന്ന രീതിയിൽ പേരിട്ട് പോയി. അതിലാണ് ഈ ബി നിലവറ വരുന്നത്. എനിക്കൊന്ന് തൊട്ട് F വരെയുള്ള നിലവറയാണ് തുറന്നത്. അതിൽ ബി മാത്രം തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ബാക്കിയെല്ലാം തുറന്നു. അതിനകത്തൊക്കെ ഒരുപാട് റിച്ചസ് ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ, പണം ആയിട്ട് മൂല്യം വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതല്ലാതെയും പല സാധനങ്ങളും ക്ഷേത്രത്തിലുണ്ട്, പലരും ശ്രദ്ധിക്കാറില്ലെന്നേ ഉള്ളൂ. എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയാം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത്. വളരെ ഫാസിനേറ്റ് ചെയ്യുന്നൊരു എന്താ പറയുക കൺസ്ട്രക്ഷൻ ആയിരുന്നു. എന്നെ വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞു ക്ഷേത്രം. എന്ത് ഭംഗിയായിരുന്നു, അവിടെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ആ ക്ഷേത്രത്തിലുള്ളത്. ആ ക്ഷേത്രത്തിൻ്റെ ഏതൊരു ദർശിക്കാൻ പോലെ തൊഴുവാൻ പോകുന്ന ഏതൊരു വ്യക്തിക്കും കാണാൻ കഴിയുന്ന എന്തെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതങ്ങളാണ് ആ ക്ഷേത്രത്തിലുള്ളത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഓരോ തൂണിൽ പോലും നിങ്ങൾക്കത് കാണാൻ സാധിക്കും, അതിൻ്റെ ഒരു മാർവലസ്നെസ് എന്ന് പറയാം. പക്ഷേ അതൊന്നും അന്ന് ആ ക്ഷേത്രം അവിടെ തന്നെ ഉണ്ട്, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ വരുന്നവരൊക്കെ അതിനെപ്പറ്റിയൊന്നും ബോധേഡായിരുന്നില്ല. പിന്നീട് ഈ നിധിയുമായി ബന്ധപ്പെട്ട കേസ് വരികയും അവിടെ ഇങ്ങനെ ഒരുപാട് സ്വത്തൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടി, എല്ലാവരും ഭയങ്കര ഫാസിനേറ്റഡായി. അപ്പോൾ ശരിക്കും ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഞാൻ ആലോചിച്ചു, അവിടെ നമുക്ക് സ്ഥിരം പോകുന്ന ഒരാൾക്ക് കാണാൻ പറ്റുന്ന ചില അത്ഭുതങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അതൊന്നും ആരും കാണാതെ ഈ ഒരു കുറേ ഗോൾഡ് അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ അവിടെ കണ്ടെത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നു. ഭയങ്കര ചർച്ചകൾ, ഭയങ്കര മിത്തുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ്, ഞാൻ അന്ന് പണം എന്ന് പറയുന്ന ഒരു വസ്തുവിന് ആളുകൾക്ക് കൊടുക്കുന്നൊരു ഫാസിനേഷനാണ് ഞാൻ അവിടെ കണ്ടത്. കാരണം പണത്തേക്കാൾ വലിയ ഒരുപാട് വസ്തുക്കൾ അവിടെ അപ്പോഴും ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും ശ്രദ്ധിക്കാറില്ല. എനിവേ, സ്റ്റിൽ കമ്മിങ് ബാക്ക് ടു ദ ബി നിലവറ. ഈ ബി നിലവറയെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതായത് അവിടെ നാഗപ്പൂട്ടുണ്ട്, നിലവറ തുറന്നാൽ പ്രളയം വരും, ഒരിക്കലും തുറക്കാത്ത നിലവറയാണ്, പണ്ടെങ്ങോ നൂറ്റാണ്ടിൽ അടച്ചുപോയ നിലവറയാണ്. ഈ നിലവറ കംപ്ലീറ്റ് ആയിട്ട് തുറന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ടെമ്പിൾ റെക്കോർഡ്സും മതിലകം റെക്കോർഡ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 1880കളിൽ ഈ നിലവറ പൂർണ്ണമായും തുറക്കപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതൊരു ഭയങ്കര അത്ഭുത കാര്യമൊന്നുമല്ല.
ഈ ഒരു തടി കൊണ്ടുള്ളൊരു വാതിലും അതിനുശേഷം ഒരു മെറ്റൽ ഡോറുമാണ് ഇതിനകത്തുള്ളത്. ഇതൊരു സെല്ലറാണ്. നിലവറയെന്ന് പറഞ്ഞാൽ സെല്ലറാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് നമ്മുടെ ബേസിക് ലാൻഡ് നിരപ്പിൽ നിന്ന് താഴെയാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു മോയ്സ്ചർ കണ്ടൻ്റൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്താണെന്നാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത്. ബേസിക്കലി അന്ന് അവിടെ ഈ കണക്കെടുപ്പിനൊക്കെ പോയ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത് അവിടെ സ്പെഷ്യലായിട്ടൊന്നും അവർ കണ്ടില്ല. മറ്റു നിലവറകൾ തുറന്ന പോലെ തന്നെയാണ് ഇതും തുറക്കാൻ പോയത്. തടിയുടെ ഡോറ് തുറക്കും. അത് കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ വീണ്ടും മറ്റൊരു വാതിൽ കാണാണ്, മെറ്റൽ ഡോറ്. മെറ്റൽ ഡോറ് തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കാൻ സാധിച്ചില്ല. നാഗപ്പൂട്ടും മറ്റു കാര്യങ്ങളൊന്നും അവരാരും കണ്ടിട്ടില്ല. അവരാകെ കണ്ടത് ആ ഡോറ് ജാമായിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ്. പിന്നീട് ഞാൻ വേറൊരു വെർഷൻ ഓഫ് സ്റ്റോറി കേട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് തുറക്കാനായിട്ടൊരു കൊല്ലനെ കൊണ്ടുവരികയും കൊല്ലൻ്റെ കയ്യിൽ നിന്ന് കൊട്ടുപടി താഴെ വീണ് അദ്ദേഹത്തിൻ്റെ കാലൊന്ന് മുറിഞ്ഞ് ഒരു തുള്ളി രക്തം അവിടെ വീണിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു ദേവപ്രശ്നം വെച്ചത് കൊണ്ടാണ് രാജകുടുംബം അത് ദേവപ്രശ്നത്തിൽ ഇത് തുറക്കണ്ടെന്ന് തെളിഞ്ഞെന്നും അതുകൊണ്ടാണ് രാജകുടുംബം ഇതിനെ എതിർക്കുന്നതെന്ന് രാജകുടുംബം തന്നെ പറയുന്നതായിട്ട് എവിടെയോ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. ഇതിൻ്റെ ആക്യുറസി പിന്നെ എൻ്റെ ഓർമ്മയെന്നാണ് ഞാൻ പറയുന്നത്. ആക്യുറസിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഈ നിലവറ തുറക്കാൻ സാധിക്കാത്ത അതുകൊണ്ടാണ്. ഈ നിലവറയ്ക്കകത്ത് എന്താണെന്നാണ് എല്ലാവർക്കും അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി, ഭയങ്കര ആകാംക്ഷ. ഞാൻ മനസ്സിലാക്കുന്നത് ആ നിലവറയ്ക്കകത്ത് ഒന്നുമില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ നിലവറയ്ക്കകത്ത് ഒരു ചെറിയൊരു തുണ്ട് തടിക്കഷ്ണമാണ് കിടക്കുന്നതെങ്കിൽ പോലും അതിന് തന്നെ ഭയങ്കരമായ വാല്യൂ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു നൂറ്റാണ്ട് മുമ്പ് തന്നെ അവിടെ കിടന്നൊരു തടിക്കഷ്ണമായിരിക്കും. സോ എങ്ങനെ നോക്കിയാൽ അതൊരു പുരാതന വസ്തുവാണ്, അതിന് വാല്യൂ ഉണ്ട്. അവിടെ ചിലപ്പോൾ അതിനേക്കാൾ അമൂല്യമായ നിധികളും ഉണ്ടായിരിക്കാം. ഒരുപാട് മറ്റ് സെല്ലറുകളിൽ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ഇവിടെ ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല. അവിടെ നിന്നൊരു അരഞ്ഞാണത്തിൻ്റെ ഒരു ഇത് കിട്ടിയാൽ പോലും ഇറ്റ് ഈസ് വെരി വാല്യുബിൾ. കാരണം അവിടെ നിന്ന് കിട്ടിയ സ്വത്തുക്കൾക്ക് ഇത്ര മൂല്യമുണ്ട് അത്ര മൂല്യമുണ്ട് നമ്മൾ പൊതുവെ പറയുമെങ്കിൽ ഇതിനൊന്നും മൂല്യം ഇടാൻ സാധിക്കില്ല. കാരണം ഓരോ ദിവസം കഴിയുന്നവർ ഇതിനെല്ലാം മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പഴമയ്ക്കാണ് മൂല്യം. ആ സ്വർണത്തിൻ്റെ ഗ്രേഡിനോ 916 ക്വാളിറ്റിക്കോ അതിനേക്കാളും ഹയർ ഗ്രേഡുള്ള സ്വർണ്ണം അവിടെ ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനല്ല വാല്യൂ. ഇതിൻ്റെ പഴക്കത്തിനാണ് വില. ഇത് പുരാവസ്തുവാണ്. ഇതിന് വിലയിടാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എന്താ പറയുക, പ്രൈസ്ലെസ് ആണ്. നമുക്കിത് വിലയിട്ട് കഴിഞ്ഞാൽ അതിന് വിലയിടാൻ സാധിച്ചാൽ അതിൻ്റെ വിലയില്ലാതായി. കാരണം അല്ലേ, അപ്പോൾ ആ പഴമയ്ക്ക് ആ ഒരു പുരാതനമായ ഒരു വിൻറ്റേജ് കാറ്റഗറിയിൽ വരുന്ന ഈ വസ്തുക്കൾക്ക് വിലയിടാൻ സാധിക്കില്ല. ഇതൊരു മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പലരും ആവശ്യപ്പെടുന്നുണ്ട്. ചില ആളുകൾ ഇതെടുത്ത് വെച്ച് നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കണമെന്ന് പറയുന്നു. അത്തരം ബാലിശമായ കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ റെഡിയാവുന്നില്ല. എനിവേ, ഈ നിലവറയിൽ ഈ നാഗപ്പൂട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്തുകൊണ്ട് ഉണ്ടായെന്ന് എനിക്കറിയില്ല. ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇന്ന് അവിടുത്തെ തായ് വഴി പ്രകാരം രാജാവായി വരേണ്ട ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി തന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആ സെല്ലറിൻ്റെ ഫസ്റ്റ് ഡോർ കടന്നു പോകുമ്പോൾ അവിടെ ചുവരിൽ ഒരു പാമ്പിൻ്റെ ഭംഗിയുള്ളൊരു പടം കൊത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് എന്താ പറയുക, ഇതുപോലത്തെ ആർട്ടുകൾ കൊത്തി വെച്ചൊരു ക്ഷേത്രമാണത്. അവിടെ അതുപോലെ തന്നെ കൊത്തി വെച്ചൊരു കാര്യമാണിത്. അപ്പോൾ അത് കണ്ട് ആ ഒരു പറച്ചിലും അല്ലെങ്കിൽ അത് കണ്ടത് കൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു സൂപ്പർസ്റ്റിഷൻ വന്നിട്ടുണ്ടാവുക. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ എന്തോ പ്രളയം വരും, ഈ നഗരം മൊത്തം മണ്ണിനടിയിലാവും അല്ലെങ്കിൽ വെള്ളത്തിനടിയിലാവുന്നൊരു കാഴ്ചപ്പാടുണ്ട്. ഇവിടുത്തെ ഈ പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ കടൽ തിരമാല അടിക്കുന്നു എന്ന് വരെ വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. ഇതൊക്കെ ആ രാജകുടുംബത്തിലെ ആളുകൾ തന്നെ ബസ്റ്റ് ചെയ്തൊരു മിത്താണ്. ഇങ്ങനെ ഇല്ല, അതിൻ്റെ ബാക്കിൽ വെള്ളമില്ല എന്ന് അവിടുത്തെ പൂജാരി തന്നെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്താൽ, എനിക്ക് ആദിത്യവർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ എപ്പോഴോ കേട്ടിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അപ്പം ഇതെല്ലാം സൂപ്പർസ്റ്റിഷൻസാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക, ഗ്ലോബൽ വാർമിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഒരു ദിവസം ഈ സിവിലൈസേഷൻ അവസാനിക്കും. ഈ സിവിലൈസേഷൻ അവസാനിക്കുന്ന ദിവസം ഈ നമ്മുടെ തിരുവിതാംകൂർ അന്ന് പറഞ്ഞിരുന്ന ഈ ഒരു ട്രിവാൻഡ്രം സിറ്റി ഡെഫിനറ്റ്ലി കടലിനടിയിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. അതിൽ സംശയമൊന്നും വേണ്ട. അതിന് നിലവറ തുറന്നാലും തുറന്നില്ലെങ്കിലും. ഇനി എനിക്ക് തോന്നുന്നു എ വോൾട്ട് തുറന്നിട്ടുണ്ട്, ബി തുറക്കാൻ ഒരു പകുതി തുറന്നു, ബാക്കി തുറന്നിട്ടില്ല. സി തുറന്നു, ഡി തുറന്നു, ABCD, ഇ തുറന്നു, എഫ് വരെ തുറന്നു. ജി ആൻഡ് എച്ച് എന്ന് പറയുന്ന 2014 കണ്ടത് വേറെ 2 സെല്ലർ കൂടി, സബ്റ്ററൈൻ ആയിട്ടുള്ള വേറെ 2 സെല്ലർ കൂടി ഈ നിലവറകളുടെ കൂട്ടത്തിലുണ്ട്. അതന്നത് അമക്കേസ് ക്യൂരിയാണ് കണ്ടെത്തിയത്. അതിനെപ്പറ്റി ആരും സംസാരിച്ച് കേൾക്കാറില്ല. കാരണം അത് ഈ ആദ്യം ഇവിടെ പരിശോധന വന്നപ്പോൾ ഈ 2 സെല്ലർ നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പലർക്കും ഇങ്ങനൊരു സെല്ലർ എക്സിസ്റ്റ് ചെയ്യുന്നൊന്നും പോലും അറിയാത്തത്. ശരിക്കും പറഞ്ഞാൽ 1880 ഈ ബി നിലവറ പോലും തുറക്കപ്പെട്ടെന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളായിട്ട് തുറക്കപ്പെടാതെ കിടക്കുന്ന, അതായത് ഒരു റെക്കോർഡിലും തുറന്നതായിട്ട് കാണപ്പെടാത്ത 2 നിലവറ ഇന്ന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഈ ജി ആൻഡ് എച്ച് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന സെല്ലറുകളാണ്. അപ്പോൾ ഈ ബി നിലവറയിലുള്ളിലായാലും ഈ ജി എച്ച് നിലവറയുടെ ഉള്ളിലായാലും എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. പക്ഷേ ബേസിക്കലി ഞാൻ ഒരു കാര്യം പറയാം, അവിടെ ഇരിക്കുന്ന ഗോൾഡ് അല്ലെങ്കിൽ മറ്റ് സ്വർണ്ണാഭരണങ്ങൾ, ഇനി അതും അല്ലെങ്കിൽ ആർട്ടിഫാക്ട്സ്,
ഇതിനൊന്നും അല്ല ശരിക്കും അവിടെ വിലയുള്ളത്. അവിടെ വിലയുള്ള വേറെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ബേസിക്കലി എനിക്കൊന്ന് അഗസ്ത്യ മുനിയുടെ സമാധി ഈ ക്ഷേത്രത്തിൻ്റെ അടിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സെല്ലറുകളുടെ അടിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വിശ്വാസം, ഒരു മിത്തും കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്ക് വലിയ ആധികാരികതയൊന്നുമില്ല. പക്ഷേ എനിക്ക് അറിയാമെന്നുള്ള, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളെ പറ്റി പറയാം. ഇതൊരു കഥയായി മാത്രം നിങ്ങൾ കാണുക. കാരണം ഇതിന് തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. അത് എനിക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് ഈ ക്ഷേത്രത്തെപ്പറ്റി സംസാരിക്കാൻ നമ്മൾ ആദ്യം സംസാരിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയെ പറ്റിയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1800കളിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാവിനെ പറ്റിയാണ് പറയുന്നത്. ഈ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു നായർ ഹയറാർക്കി ഉണ്ടായിരുന്നു. അവരെല്ലാം എട്ടുവിട്ടിൽപ്പിള്ളമാരെന്നൊക്കെ പറയുന്നത് അവരെയൊക്കെ കൺട്രോൾ ചെയ്ത് സെൻട്രൽ പവർ തൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്കൊന്ന് മാർത്താണ്ഡവർമ്മയാണോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതുമല്ലെങ്കിൽ പിന്നീട് മാർത്താണ്ഡവർമ്മ ഈ ഒരു സാമ്രാജ്യം തിരുവിതാംകൂർ രാജവംശത്തെ വളർത്തിയതും മറ്റു ചില നാട്ടുരാജ്യങ്ങളൊക്കെ പിടിച്ചടക്കിയ കഥയൊക്കെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹം ഈ എറണാകുളം അല്ലെങ്കിൽ കൊച്ചിൻ എന്ന് പറയുന്ന രാജ്യവും കഴിഞ്ഞു പിന്നെയും ഫാർ ഫോർവേഡ് പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹം പോയില്ല. അദ്ദേഹത്തിന് 50ാമത്തെ വയസ്സിലെന്താണ് അദ്ദേഹം മരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് പറയാനുണ്ടായ കാരണം മുമ്പ് ഒരു രാജാക്കന്മാർക്ക്, അതായത് തിരുവിതാംകൂറിൽ എത്രയോ രാജാക്കന്മാർ അതിന് മുമ്പ് വന്നു പോയി. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പെട്ടെന്നൊരു ദിവ്യശക്തിയോടുകൂടി ജനിച്ച വളരെ അത്ഭുതകരമായ നയതന്ത്രം ഉണ്ടായിരുന്ന വ്യക്തിയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ നയതന്ത്രത്തെ പറ്റി നമ്മൾ എപ്പോഴും പുകഴ്ത്തി പറയാറുണ്ട്. അദ്ദേഹം തൃപ്പടിദാനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്തതുകൊണ്ട്, അതായത് ഈ എട്ടുവെട്ടി പിള്ളമാരെയൊക്കെ ഒതുക്കി ഭരണം പൂർണ്ണമായി തൻ്റെ കയ്യിൽ കൊണ്ടുവന്നതിന് ശേഷം താൻ പത്മനാഭദാസനാണെന്നും ഈ രാജ്യത്തിൻ്റെ അധിപൻ, ഈ രാജ്യം ഭരിക്കുന്നത് പത്മനാഭനാണെന്നും ഈ രാജ്യത്തിനെതിരെ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് പത്മനാഭനെതിരെയാണ് ചെയ്യാൻ വരുന്നതെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം തൃപ്പടിദാനം നടത്തുകയാണ്. അതായത് പത്മനാഭൻ എന്ന് പറയുന്ന നമ്മുടെ സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഈ തിരുവിതാംകൂറിന് രാജാവായി അവരോധിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിട്ടാണ് ഇന്ന് എല്ലാവരും കാണുന്നത്. ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് ഇതിന് പിന്നിൽ വേറൊരു ശക്തി ഉണ്ടെന്നാണ്. അതായത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അൺഎക്സ്പ്ലെയിനബിളായിട്ട്, അതായത് ഇന്നത്തെ കൺസെപ്റ്റിൽ അൺഎക്സ്പ്ലെയിനബിൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു ശക്തി അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ഈ കാണുന്ന ലെവലിലേക്ക് എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രം ഇത്രയും വലുതാക്കി പണിതത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തന്നെ ഇവിടെ ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ കണ്ടെത്തിയ ഗോൾഡുകളിലൊക്കെ എനിക്ക് റോമൻ എംപയർ ഉണ്ടായിരുന്ന കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ ക്രിസ്തുവിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ഗോൾഡ് കോയിൻസും മറ്റുമൊക്കെ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അത്രയും പഴക്കമുള്ള കാര്യമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ സ്വത്തിലൊന്നും സത്യം പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് പല കാലഘട്ടത്തിൽ വന്ന രാജാക്കന്മാർക്ക് പലർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ഈ ക്ഷേത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജി സോഴ്സുമായി ബന്ധപ്പെട്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് ഭയങ്കരമായ വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഒരു ഊർജ്ജമായിട്ട് കണക്കാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ തൃപ്പടിദാനം തന്നെ അദ്ദേഹം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തൃപ്പടിദാനം പ്രോസസ്സ് കൊണ്ട് അദ്ദേഹത്തിന് മറ്റു ചില നേട്ടങ്ങളും ഉണ്ടായെന്നും എനിക്കൊന്ന് പിന്നീട് ഈ രാജഭരണത്തിൽ നിന്ന് മാറി അദ്ദേഹം വേറെ ചില ആസ്പെക്റ്റ്, ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിലേക്കൊക്കെ അദ്ദേഹത്തിന് മനസ്സ് മാറിയതായിട്ടൊക്കെ എവിടെയോ വായിച്ചതായി ഞാൻ ഓർക്കുന്നത്. എനിക്കത് ഓർമ്മ ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാം, ഈ നിലവറയ്ക്കകത്ത് ഈ നാഗങ്ങളോ മറ്റെന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ബേസിക്കലി ഈ ടെമ്പിൾ ഒരു ഭയങ്കരമായ എനർജി സോഴ്സാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇന്നത്തെ കാഴ്ചപ്പാട് നമുക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ബേസിക്കലി ഫിസിക്സിൻ്റെ ലോയിൽ തന്നെ നിൽക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ഇതെല്ലാം. പക്ഷേ സയൻസ് അത്രയും ഫാർ ഫോർവേഡ് പോയിട്ടില്ല എന്ന് ഞാൻ പറയേണ്ടി വരും. അത്ര ഒരു ശക്തി ആ ക്ഷേത്രത്തിൽ ഇന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായിരിക്കാം അദ്ദേഹത്തിനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചതും മുമ്പും ഇന്നും ഇത്രയും കാലവും തിരുവിതാംകൂർ കണ്ടതിൽ ഏറ്റവും ശക്തനായ മഹാരാജാവായി മാറാൻ അദ്ദേഹത്തിനെ സഹായിച്ചതെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു.